ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സ്വീറ്റ് ആണ്. ഈ സ്വീറ്റിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഷബ്ന സ്വീറ്റ് എന്നാണ്. കാരണം ഞാൻ ഷബ്നയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഷബ്ന എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്ന സ്വീറ്റാണിത്. ഞാൻ പറഞ്ഞു എൻ്റെ സലു കിച്ചൺ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ. ഷബ്ന ഉണ്ടാക്കുന്നത് നോക്കി അതേപോലെയാണ് ഞാൻ ഇപ്പം നിങ്ങൾ കാണിച്ചു തരുന്നത്. വളരെ എളുപ്പമുള്ള ഒരു സ്വീറ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സ്വീറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ബ്രെഡ് സ്വീറ്റിൻ്റെ പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്നട്ടും കൂടി എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ബദാം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാഷ്നട്ട് മാത്രമാണെങ്കിലും മതിയാവും കേട്ടോ. ഞാനിവിടെ കുറച്ച് ബദാമും കൂടി എടുത്തതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. തീരെ പൊടിയാണ്ട് പോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ മാത്രമേ ഞാൻ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ചെറി വേണം. ചെറിയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനൊന്നൊരു പ്രത്യേകിച്ച് അളവോ കണക്കോ ഒന്നുമില്ല കേട്ടോ. ഈ ഇരിക്കുന്ന ചെറിയെല്ലാം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ചെറിയെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. ഇങ്ങനെ ബ്രെഡിന് നമുക്ക് അളവോ കണക്കോ ഒന്നുമില്ല. നമ്മളുടെ വീട്ടിൽ എത്ര പേരുണ്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്താൽ മതി. അപ്പം ഈ ബ്രെഡിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പം ഇതിൻ്റെ അരിക് വേണ്ടെന്നുള്ളവർക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ഞാനിവിടെ അരികൊന്നും കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ബ്രെഡിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ബ്രെഡെല്ലാം ഞാനിവിടെ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണ്ട എന്നുണ്ടെങ്കിൽ ടോസ്റ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണ കുടിക്കും. ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ശരിക്കും നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു റസ്ക് ഇല്ലേ, അതിൻ്റെ ഒരു ടെക്സ്ചറാണ് വരുന്നത്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് നമ്മളിത് ഗോൾഡൻ കളർ വരെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത്രയും മതിയാകും. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഈ ബ്രെഡ് വെച്ചത്. അപ്പം എക്സസ് ആയിട്ടുള്ള ഓയിലുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കാവുന്നതാണ്. അപ്പോൾ ബാക്കിയിരിക്കുന്ന ബ്രെഡെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള നട്ട്സും ചെറിയും ഞാനിവിടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിനി പൊട്ടിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കുവാണ്. അപ്പം നമുക്ക് ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡില്ലേ, ഇത് നമ്മൾക്ക് പതുക്കെ ഈ കണ്ടൻസ്ഡ് മിൽക്കിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഡിപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലായിടത്തും പിടിക്കണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. ഒരു സൈഡിൽ മാത്രമേ നമ്മളിതുപോലെ തേച്ച് കൊടുക്കത്തുള്ളൂ. ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഇതുകൊണ്ട് ഇത് അവിടെ പിടിക്കും. അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറി വളരെ ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ എടുക്കും, കണ്ടോ. ഇത് ഞാൻ ഇനി ഒരു ട്രേയിലേക്ക് മാറ്റുവാണ്. ഇതുപോലെ തന്നെ ഒന്നിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക.
കണ്ടോ? ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ സ്പൂണിൻ്റെ മൂട് കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഈ എടുത്തിരിക്കുന്ന ചെറിയും നട്ട്സും കൂടി വെച്ച് കൊടുക്കാം. എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ ഈദിൻ്റെ ഒരു വ്ളോഗിൽ, അതായത് ഷബിനയുടെ വ്ളോഗിലാണ്, ഏകദേശം ഒരു 8-9 മാസം വരും. ആ സമയത്ത് ഞാൻ കണ്ടിരുന്നതാണ് ഈ ഒരു റെസിപ്പി. പക്ഷെ എനിക്കത് ഷബിനയുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കണ്ടോ? ഇതുപോലെ എടുക്കണം. കാണാൻ നല്ല ഭംഗിയല്ലേ? നമുക്ക് ഈ ഇരിക്കുന്ന ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ നട്ട്സും ചെറിയും വെച്ച് എടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ബ്രെഡ് കൊണ്ടുള്ള ഷബിനയുടെ സ്വീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ? ഇനി ഇത് ഞാൻ അരമണിക്കൂർ ഫ്രീസറിൽ വെക്കും. ഫ്രീസറിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മളിത് കഴിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ഷബ്നാസ് സ്വീറ്റ് എന്നാണ്. ഷബിന ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇനി ഈ പേരെ ഈ സ്വീറ്റിന് ഇടാവൂ കേട്ടോ. അങ്ങനെ ഇപ്പം നിങ്ങൾ എല്ലാവരും ഷബിന സ്വീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.